എല്ലാവർക്കും നമസ്കാരം. FTC വേങ്ങേരി സുഭിക്ഷ കേരളത്തിന്റെ ഭാഗമായി FTC വേങ്ങേരി സംഘടിപ്പിക്കുന്ന ഫേസ്ബുക്ക് ലൈവ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഉമ. ഞാൻ BFPCK പാലക്കാട് ഡിസ്ട്രിക്ട് മാനേജറാണ്. അപ്പോൾ ഇന്ന് എനിക്ക് തന്നിട്ടുള്ള ടോപ്പിക്, നിങ്ങളുമായിട്ട് സംസാരിക്കാൻ തന്നിട്ടുള്ള ടോപ്പിക് ഗ്രോ ബാഗ് കൃഷിയും സൂക്ഷ്മമൂലകം, പച്ചക്കറിയിലെ പ്രധാനമായിട്ട് നമ്മൾ ഫീൽഡിൽ കാണുന്ന സൂക്ഷ്മമൂലകങ്ങളുടെ കുറവിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ ചെറിയൊരു ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഗ്രോ ബാഗ് കൃഷി. അപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പോൾ ഗ്രോ ബാഗ് ഉണ്ട്. അപ്പോൾ ഗ്രോ ബാഗ് കൃഷിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഗ്രോ ബാഗ് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലുള്ള ഹോൾസ് ശരിക്കും പഞ്ച് ചെയ്തിട്ടായിരിക്കും ഗ്രോ ബാഗിൽ ഹോൾസ് വരുന്നത്. അപ്പോൾ ആ ഗ്രോ ബാഗിലെ ഹോൾസ് ശരിക്ക് ഓപ്പൺ ആണോ, അതായത് നല്ലപോലെ തുറന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് മാത്രം അതിൽ മണ്ണ് നിറയ്ക്കാൻ പാടുള്ളൂ. അപ്പം മണ്ണ് നിറയ്ക്കാൻ എന്തൊക്കെ വേണം ഒരു ഗ്രോ ബാഗിൽ? ഒരു ഗ്രോ ബാഗിൽ ഒരു 10 ഗ്രോ ബാഗിനുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഗ്രോ ബാഗിനുള്ളത് നമ്മുടെ സ്ക്രീനിലുണ്ട്. ഇതിൽ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഗ്രോ ബാഗിന് 8 കിലോ മണ്ണും മണലും ചേർന്നിട്ടുള്ള മിശ്രിതം. അപ്പോൾ 8 കിലോ മണൽ എന്ന് പറയുമ്പോൾ ഞാൻ പറയില്ല ഇത്ര മണ്ണ് ഇത്ര മണൽ. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ചില മണ്ണിൽ മണൽക്കൂറുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് മണലിൻ്റെ അളവ് കുറയ്ക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, മണ്ണും മണലും മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവാനും പാടില്ല, എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. അങ്ങനത്തെ ഉള്ള ഒരു മണ്ണായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ നമ്മൾ 8 കിലോ മണ്ണും മണലും ചെറു നനവ് കൊടുത്ത് അതിലേക്ക് ഒരു 30 ഗ്രാം കുമ്മായം, ചുണ്ണാമ്പ് ഇട്ട് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നിലെ ഗ്രോ ബാഗിൽ നിറയ്ക്കാം, അല്ലെങ്കിൽ പുറത്ത് തന്നെ ഒരു സ്ഥലത്ത് കൂട്ടി വയ്ക്കും. ഇത് ഒരാഴ്ച കഴിഞ്ഞ്, ഇത് കുമ്മായമായിട്ട് ഈ മണ്ണും മണലും മിക്സ് ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് വേറെ എന്തെങ്കിലും ചേർത്താനായിട്ട് പാടുള്ളൂ, ജൈവവളങ്ങൾ ചേർത്താനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഒന്നിലെ 2 രീതിയിൽ, ചിലവർ മണ്ണ് പുറത്ത് കൂട്ടി വെക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഗ്രോ ബാഗിൽ തന്നെ നിറച്ച് വെക്കാറുണ്ട്. ചിലർ ഒന്നിച്ചൊരു 10 ഗ്രോ ബാഗിനാണെങ്കിൽ ഒരു 80 കിലോ മണ്ണും കൂടിയിട്ടുള്ള മിശ്രിതം, ഒരു 300 കിലോ കുമ്മായം ഇട്ട് മിക്സ് ചെയ്ത് ചെറുനനവോടുകൂടി ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അത് ഗ്രോ ബാഗിലേക്ക് നിറച്ച് മറ്റ് ജൈവവളങ്ങളും അതിലേക്ക് നിറച്ച് അപ്പം തന്നെ ചെടി നടാറുണ്ട്. 2 രീതിയിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യമായിട്ട് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുമ്പോൾ, അപ്പം മണ്ണും മണലും, എക്സാമ്പിൾ നിങ്ങൾ മണ്ണും മണലും കുമ്മായും കൂടെ മിക്സ് ചെയ്ത് നേരിട്ട് ഗ്രോ ബാഗിലേക്ക് ഫില്ല് ചെയ്യുകയാണെങ്കിൽ, ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്ന മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ഹോളുകൾ തുറന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നിറയ്ക്കുന്നതിന് മുമ്പ് ആ ഉള്ളിൽ, ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ ഹോളിൻ്റെ അവിടെയായിട്ട് ചകിരിയുടെ കുറച്ച് കഷ്ണങ്ങൾ വെക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണ് അതിൽ പോയി അടിയാതെ നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ആ ചകിരി 2 ഭാഗത്തും, ഹോൾസ് ഉള്ള ഭാഗത്തേക്ക് ചകിരി വെച്ചതിന് ശേഷം മാത്രം മണ്ണും മണലും ചേർന്നുള്ള മിശ്രിതം അതിലേക്ക് നിറയ്ക്കുക. അപ്പം ഇത് കുമ്മായം ഇട്ട് ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിലേക്ക് ഇടാനായിട്ട് പാടുകയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെല്ലാം വേണം എന്ന് നോക്കിയാൽ, നടുന്നതിന് തൊട്ട് മുമ്പ് ചേർത്താൽ മതി. മുഴുവനായിട്ടില്ലെങ്കിലും ഈ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചതിൻ്റെ ഒരു 1/4 ഭാഗത്തേക്ക് നമ്മളതൊന്ന് മിക്സ് ചെയ്തിട്ടാലും മതി. അപ്പം അതിലേക്ക് നിങ്ങൾക്ക് വേണ്ടുന്നത് ചകിരിച്ചോർ കമ്പോസ്റ്റ് 1.5 കിലോ. അപ്പം എന്താണ് ഈ ചകിരിച്ചോർ കമ്പോസ്റ്റ്? ചകിരിച്ചോർ കമ്പോസ്റ്റ് പ്രത്യേകം എടുത്തു പറയാണ്, നമ്മുടെ വീടുകളിൽ ചകിരി ഉണ്ട്, തേങ്ങ പൊതിച്ച് വീഴുന്ന ആ ഒരു ചകിരിയുടെ ചോറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. നമ്മൾ ആ ചകിരിച്ചോറിൽ ഉള്ള വിഷങ്ങൾ കളഞ്ഞിട്ട് കമ്പോസ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാൻ. അല്ലെങ്കിൽ ഇത് ഗുണത്തെക്കാട്ടിലും നമുക്ക് ദോഷം ചെയ്യുന്നതായിരിക്കും. കമ്പോസ്റ്റ് നിർമ്മിക്കുന്ന രീതി എന്ന് വെച്ചാൽ, ശരിക്കും ചകിരിച്ചോറിലെ ലിഗ്നിനും ഫീനോൾസും ഒക്കെ അരിയിച്ച് അത് മാറ്റാൻ വേണ്ടിയിട്ട് കഴിവുള്ളത്
നമ്മുടെ ചിപ്പിക്കൂണിന്റെ വിത്ത്, പ്ലൂറോട്ടസ് എന്ന് പറയുന്ന ചിപ്പിക്കൂണിന്റെ വിത്താണ്. അപ്പൊ ഇത് നമ്മൾ ചകിരിച്ചോറ് ചെറു നനവോടുകൂടി ഒരു ലെയറായി ഇട്ട് അതിൽ ഈ കൂണിന്റെ വിത്ത് പാക്കറ്റ് പൊളിച്ച് അതിലേക്കിട്ട് സ്പോൺ, ഞാൻ ഉദ്ദേശിക്കുന്നത് മഷ്റൂമിന്റെ സ്പോൺ, ചിപ്പിക്കൂണിന്റെ പ്ലൂറോട്ടസിന്റെ സ്പോണ് ഇതിന്റെ മേലെ വെതറി കൊടുക്കും. വീണ്ടും ഒരു ലെയർ ചകിരിച്ചോറിടും. പിന്നെ അതിൽ സീമക്കൊന്നയുടെ ഇലയോ അല്ലെങ്കിൽ യൂറിയ ഉപയോഗിക്കുന്നവർ യൂറിയ, അല്ലെങ്കിൽ വേറൊരു ലെയർ ഇട്ട് അതിലേക്ക് നമ്മുടെ രാജഫോസോ മസൂരി ഫോസോ ഇങ്ങനെ ലെയർ ആക്കി നമ്മൾ ഒരു 40-45 ദിവസം ചെറു നനവ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിലുള്ള കറയെല്ലാം ഇളകി 2-3 മഴ കൊണ്ടു കഴിഞ്ഞാൽ നല്ല ചകിരിച്ചോർ കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചകിരിച്ചോർ കമ്പോസ്റ്റിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഗ്രോ ബാഗ് എപ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റും, പെട്ടെന്ന് തന്നെ കല്ല് പോലെയാവും. നമ്മൾ കൊടുക്കുന്ന വെള്ളം ഒഴിക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ കല്ല് പോലെ ആയിട്ട് നമ്മുടെ ചെടിയുടെ വേരുകൾ പടരാനുള്ള ഒരു ബുദ്ധിമുട്ട്, ചെടി തറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചകിരിച്ചോറ് ചേർക്കുമ്പോൾ മണ്ണ് കുറച്ച് ലൂസ് ആവും. രണ്ടാമത് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, വെള്ളം കുറച്ച് പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് സഹായിക്കും. പിന്നെ നിങ്ങൾക്കറിയാം തേങ്ങയുടെ എല്ലാറ്റിലും നമ്മുടെ പൊട്ടാസ്യം വളരെ കൂടുതൽ, പൊട്ടാസ്യം എന്ന മൂലകം വളരെ അത്യാവശ്യമാണ് പച്ചക്കറി കായ്കൾ ഉണ്ടാവാനായിട്ട്, ചെടികൾക്ക് പ്രതിരോധ ശേഷി കൊടുക്കുവാനായിട്ടും. അപ്പൊ അത് ധാരാളം ഉള്ളത് കൊണ്ട് ചകിരിച്ചോർ കമ്പോസ്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന 1.5 കിലോ. അടുത്തത് ചാണകം 250 ഗ്രാം. ഈ ചാണകത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും നല്ല ജൈവവളം എന്ന് പറഞ്ഞാൽ ചാണകമാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ജൈവവളങ്ങളാണ് കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം. അപ്പൊ കോഴിക്കാഷ്ടം എപ്പോഴും നമ്മൾ ചൂട് കൂടുതലാണ്, ഡയറക്റ്റായി കൊണ്ട് കോഴിക്കാഷ്ടം ഇടുമ്പോൾ ചിലപ്പോൾ ചെടിക്ക് മഞ്ഞളിപ്പ് വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് കോഴിക്കാഷ്ടത്തിന് ചൂട് കൂടുതൽ? അതിൽ കോഴിയുടെ യൂറിനും കൂടെ മിക്സ് ചെയ്ത് വരുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നൈട്രജന്റെ അംശം വളരെ കൂടുതലുമാണ്. നല്ല ഗ്രോത്തും കിട്ടും, പക്ഷെ വളരെ ശ്രദ്ധിക്കണം. പക്ഷെ ഈ ചാണകമായാലും കോഴിക്കാഷ്ടമായാലും ആട്ടിൻ കാഷ്ടമായാലും നേരിട്ട് ഇടുന്നതിലും വളരെ നല്ലത് നമ്മൾ അതൊന്ന് കമ്പോസ്റ്റ് ആക്കി ഇടുന്നതാണ്. എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് കമ്പോസ്റ്റ് ആക്കാം, അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സിമ്പിൾ ആയിട്ട് കമ്പോസ്റ്റ് ആക്കുന്നത്, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ആട്ടിൻ കാഷ്ടം ഏറ്റവും നല്ല ജൈവവളമാണ്. കാരണം ആട് ഇപ്പോഴും മേഞ്ഞ് ചെടികളൊക്കെ തിന്നക്കുക. ഇവൻ മറ്റേ പശു ആണെങ്കിൽ പോലും നമ്മൾ കെട്ടി കാലിത്തീറ്റയൊക്കെ കൊടുത്ത് വളർത്തുന്നത് കൊണ്ട് ആ ചാണകത്തെക്കാട്ടിലും നല്ല ഒരു ഗുണമുള്ള ഒരു വളമാണ് നമ്മുടെ ആട്ടിൻ കാഷ്ടം. പക്ഷെ ആട്ടിൻ കാഷ്ടത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് പൊടിഞ്ഞു പോവാൻ പാടാണ്. അപ്പൊ പൊതുവേ കർഷകർ പൊടിക്കുന്നത് എങ്ങനെയാ? കുമ്മായം ചേർത്ത് പൊടിക്കും, വെയിലത്തിട്ട് ഉണക്കി പൊടിക്കും. ഇതെല്ലാം തന്നെ ശാസ്ത്രീയമായിട്ട് തെറ്റാണ്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കോഴിക്കാഷ്ടത്തിലുള്ള സൂക്ഷ്മാണുക്കളുടെ എണ്ണം വളരെയധികം കുറയാണ്. നമുക്ക് എങ്ങനെ ഇതിനെയൊക്കെ സൂക്ഷ്മാണുക്കളെ കൂടുതൽ ഉള്ളതാക്കി മാറ്റി നല്ല വളമാക്കി എളുപ്പത്തിൽ നമ്മുടെ വേരുകൾക്ക് വലിച്ചെടുക്കാൻ പറ്റിയ വളമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സിമ്പിൾ ഒരു കമ്പോസ്റ്റിംഗ്. അതിന് നമുക്ക് 2-3 രീതിയുണ്ട്. ഒന്ന് നമ്മുടെ EM കമ്പോസ്റ്റ്, നിങ്ങൾക്കറിയാം, ഇഫക്റ്റീവ് മൈക്രോ ഓർഗാനിസത്തിന്റെ ആ സൊല്യൂഷൻ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് EM ആക്ടിവേറ്റഡ് സൊല്യൂഷൻ വാങ്ങിക്കാൻ കിട്ടും. അത് ഒരു 50 ml to 100 ml എത്ര കൂടുതൽ എടുക്കുന്നോ അത്രയും നല്ലത്. 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ലെയറായി നമ്മുടെ ഈ ജൈവവളങ്ങൾ ഇട്ട് അതിലേക്ക് ഈ EM സൊല്യൂഷൻ ഡൈല്യൂട്ടഡ് ലൈനി ഒഴിച്ച് ചെറു നനവ്. എപ്പോഴും നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം, കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചെറു നനവ് എപ്പോഴും വേണം, ഇല്ലെങ്കിൽ അത് നല്ലൊരു കമ്പോസ്റ്റായി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ സൊല്യൂഷൻ ഒന്ന് തളിച്ചു കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചെറു നനവും കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ആട്ടിൻ കാഷ്ടമെല്ലാം പഞ്ഞി പോലെ പച്ചച്ചാണകത്തിന്റെ രീതിയിൽ നല്ലൊരു വളമായി മാറ്റിയെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അപ്പൊ EM കമ്പോസ്റ്റ് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ NCOF നാഷണൽ സെന്റർ ഫോർ ഓർഗാനിക് ഫാമിങ്ങിന്റെ വേസ്റ്റ് ഡീകോമ്പോസർ എന്ന് പറഞ്ഞ് നമ്മുടെ ആമസോൺ ഇന്ത്യയിലൊക്കെ അവൈലബിൾ ആണ്. അത് പ്രൈവറ്റ് കമ്പനി അതിന്റെ ടെക്നോളജി എടുത്ത് ചെയ്ത് ആമസോൺ വഴി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതാണ്. അപ്പൊ അത് നമുക്ക് അവൈലബിൾ ആണ്. അതും ഇതേപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. അത് ചെറിയൊരു പശ പോലത്തെ ഒരു 30 ml ഒരു സാധനമാണ് നമുക്ക് ലഭിക്കുക ഒരു ബോട്ടിലില്. അത് ഒരു 200 ലിറ്റർ വെള്ളവും 2 കിലോ ശർക്കരയും ഇട്ട് ഒരാഴ്ച വെച്ച് കഴിഞ്ഞാൽ ആക്ടിവേറ്റഡ് ആവും. ഇത് ഡയറക്റ്റായി നിങ്ങൾക്ക് കമ്പോസ്റ്റ് ആക്കാനായിട്ട്, അതായത് നമ്മുടെ ചാണകത്തിലും കോഴിക്കാഷ്ടത്തിലും ആട്ടുംകാഷ്ടത്തിലും ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ചപ്പുചവറുകളെല്ലാം ഇട്ട് നല്ലൊരു കമ്പോസ്റ്റ് ആക്കി മാറ്റിയെടുത്ത് ചേർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ഇരട്ടി ഗുണം നമുക്ക് ഇടുന്ന ചാണകത്തിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും, ഏത് ജൈവവളത്തിനെയും.
അപ്പൊ അങ്ങനെ മാറ്റിയെടുത്ത ചാണകമോ ജൈവവളമാണെങ്കിൽ കോഴിക്കാഷ്ടോ ആട്ടുകാഷ്ടമാണെങ്കിൽ ഏറ്റവും ഉത്തമം അതൊരു 250 ഗ്രാം. പിന്നെ നമുക്ക് വേണ്ടത് വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് ഒരു 100 ഗ്രാം ആണ് ഒരു ഗ്രോ ബാഗിൽ നമ്മൾ പറയുന്നത്. വേപ്പിൻ പിണ്ണാക്കിന്റെ ഗുണം, വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കീടത്തെ അകറ്റി നിർത്തുന്ന ഒന്നാണ് വേപ്പിൻ പിണ്ണാക്ക്. പിന്നെ അതിലുള്ള മൂലകങ്ങൾ നമുക്ക് ചെടികൾക്ക് ലഭ്യമാകും. പിന്നെ ഒരു ടിപ്പ് കൂടെ ഇവിടെ പറയാനുള്ളത്, നമ്മൾ ഏതൊരു ഗ്രോ ബാഗ് നിറച്ചു കഴിഞ്ഞാലും കുറച്ച് നല്ല ഒരു ചെടിക്ക് ഒരു 4 ഇല ആയതിനു ശേഷം കുറച്ച് നല്ല വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ നീം ക്രഷ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും, ഗോദ്രജിന്റെ ഒക്കെ കിട്ടും. ഈ നീം ക്രഷ് ചെറുതായിട്ട് കാണുന്ന രീതിയിൽ ഗ്രോ ബാഗിന്റെ ആ കാണുന്ന മണ്ണിന്റെ അവിടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കീടങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കീടങ്ങൾ മിക്കതും സമാധിയാവുന്നത് മണ്ണിലാണ്. അപ്പൊ അങ്ങനെ മണ്ണിൽ വീഴുമ്പോൾ നമുക്ക് ഈ പംകിൻ ബീറ്റിൽ പോലുള്ള പ്രധാനപ്പെട്ട കീടങ്ങളെയൊക്കെ നമുക്ക്, അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ശല്യമാണ് നമ്മുടെ അമേരിക്കൻ സർപ്പന്റൈൻ ലീഫ് മൈനർ, ചിത്രകീടം എന്ന് പറയുന്ന ഒരു കീടം, ഇലകളിൽ ചിത്രം വരച്ചു പോകുന്ന കീടം. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വേപ്പിൻ പിണ്ണാക്ക് മേലെ കാണുന്ന രീതിയിൽ ആ ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വേപ്പിൻ പിണ്ണാക്ക് നിർബന്ധമാണ്. പിന്നെ അടുത്ത എല്ലുപൊടിയാണ് ഒരു 100 ഗ്രാം. എല്ലുപൊടി എന്തിനാന്ന് വെച്ചാൽ വേരിന്റെ വളർച്ചയ്ക്ക്. ഇനിയിപ്പോൾ എല്ലുപൊടി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, എല്ലുപൊടി കിട്ടാൻ, അല്ലെങ്കിൽ ചില എല്ലുപൊടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് പഴകി കഴിഞ്ഞാൽ പുഴു വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലുപൊടി പകരമായിട്ട് നമ്മൾ രാജഫോസോ മസൂരി ഫോസോ ജൈവമായിട്ട് രാജഫോസോ മസൂരി ഫോസോ നമുക്ക് 100 150 ഗ്രാം അതിൽ ഇട്ട് കൊടുത്ത് ഈ മുക്കാൽ ഭാഗത്ത് ഈ നിറച്ച മണ്ണിന്റെ, ഞാൻ പറഞ്ഞു മണ്ണും മണലും കുമ്മായം ചേർത്ത് വെച്ചത് നിറച്ച് ഒരാഴ്ച കഴിഞ്ഞ് മാത്രം ബാക്കി 4 ഐറ്റമും ഇട്ട് ഒരു മുക്കാൽ ഭാഗത്തേക്ക് കൈകൊണ്ട് ഇളക്കി കൊടുത്ത്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇളക്കുന്നതിന് മുമ്പ് ഒരു കാര്യം വിട്ടുപോയത്, മണ്ണും മണലും കുമ്മായവും ചേർത്ത് ഒരാഴ്ച കഴിഞ്ഞ് അതിലേക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ച് ആ മണ്ണ് ഫുള്ളൊന്ന് വെറ്റാക്കണം. വെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ജൈവവളങ്ങൾ ഇട്ട് ഒരു മുക്കാൽ ഭാഗത്തേക്ക് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചെടി വെക്കുക. അപ്പൊ ചെടി വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രൊപ്പഗേഷൻ ട്രേസ്, പ്രോ ട്രേസിലാണ് നമുക്ക് ചെടി കിട്ടുന്നത്. ചെടി കിട്ടുമ്പോൾ അതില് ഇത് ശരിക്കും ചകിരിച്ചോറ്, പെർലൈറ്റ് വെർമിക്കുലേറ്റ് എന്ന് പറഞ്ഞൊരു മീഡിയയിലാണ് ഈ ചെടി വളർത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഗ്രോ ബാഗിൽ പെട്ടെന്ന് എടുത്ത് ഈ ചകിരിച്ചോറിൽ നിന്നും ഈ ചെടി എടുത്ത് അതിലേക്ക് വെച്ച് ഇതിന്റെ തണ്ടിലേക്ക് നല്ലപോലെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ചിലപ്പോൾ ചൂട് കൂടുകയാണെങ്കിൽ ആ തണ്ട്, പ്രത്യേകിച്ച് ഇപ്പൊ ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ തണ്ട് അവിടെ വെച്ച് ആ മണ്ണ് ചൂട് തട്ടിയ സ്ഥലത്ത് വെച്ച് ഉണങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രൊപ്പഗേഷൻ ട്രേ, പ്രോ ട്രേന്ന് നമ്മൾ ഒരു തൈ എടുത്ത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാഴ്ചത്തേക്കെങ്കിലും ആ ചെടിയുടെ തണ്ട് ആ ചകിരിച്ചോർ, നമ്മൾ എടുത്തു വെച്ച ചകിരിച്ചോറിലായിരിക്കണം, ആ പ്രോട്രേ മിക്സ്ചറിൽ തന്നെ ആയിരിക്കണം നിൽക്കുന്ന. ഒരാഴ്ച കഴിഞ്ഞ് മണ്ണ് കൂട്ടി കുറച്ച് ആഴത്തിലേക്ക് അതിനെ കൊണ്ടുപോയാൽ മതി. പുതിയ ഇല വരുമ്പോൾ എന്താ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ പുതിയ വേരുകൾ അവിടെ പിടിച്ചു, നമുക്ക് പുതിയ ഇലകൾ വന്നു. അപ്പൊ നമ്മൾ സേഫായി, നമ്മുടെ ചെടി ആ മണ്ണിലേക്ക് പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം മണ്ണ് കൂട്ടി നല്ല രീതിയിൽ അത് വളർത്തിക്കൊണ്ടുവരുന്നു. അടുത്ത ഗ്രോ ബാഗ് നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഗ്രോ ബാഗ് മണ്ണിൽ വെക്കരുത്. ഒരു 2 ഇഷ്ടികയുടെ കഷ്ണത്തിന്റെ പുറത്തോ 4 ചിരട്ടയുടെ പുറത്തോ വെക്കണം. ഒരു ഏകദേശം നമുക്ക് താഴെ ഉണ്ടാവണം. പിന്നെ ഒരു കാര്യം, ഗ്രോ ബാഗിൽ ഏതെങ്കിലും രീതിയിൽ ഒരു തുള്ളി നന സംവിധാനം നിർബന്ധമായും നിങ്ങൾ കൊണ്ടുവന്നിരിക്കണം. ഏതെങ്കിലും രീതിയിൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ രീതികളുണ്ട്. സിമ്പിൾ രീതിയിലുള്ള ഒരു രീതിയെങ്കിലും നമ്മൾ, അതായത് നമ്മുടെ ബോട്ടിൽ എടുക്കുക, ബോട്ടിലിൽ ഒരു ഹോൾ ഇട്ടിട്ട്, ഇപ്പം എനിക്ക് നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ ചെറിയ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റാത്തത് നിങ്ങളുടെ അടുത്തേക്ക്. നമുക്ക് അതിൻ്റെ ചിത്രങ്ങളുണ്ട്, നോക്കട്ടെ. ഇത് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു എനിക്ക്. ഒരു ബോട്ടിൽ, ഒരു വേസ്റ്റ് ബോട്ടിൽ, നമുക്ക് ഇഷ്ടം പോലെ വേസ്റ്റ് ആയി കിടക്കുന്ന, നമ്മളൊരു സോഷ്യൽ നല്ല കാര്യം കൂടിയാണ് ചെയ്യുന്ന ഈ ബോട്ടിൽസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പം ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇതിൻ്റെ ബേസ് മുറിച്ചിട്ട് അടപ്പിന്റെ കുറച്ചപ്പുറത്ത് കുഞ്ഞൊരു ഹോള്, ഈ ബോട്ടിൽ ഹോൾ ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, തുണി തുന്നുന്ന സൂചി ചൂടാക്കി ചെറിയൊരു ഹോൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഒരു കമ്പ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ബോട്ടിൽ ചെടിക്കും കമ്പിനും ഇടയിൽ വരുന്ന രീതിയിൽ ഒരു കമ്പിൽ വെച്ച്
ഈ ബോട്ടിൽ ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പൊ രാവിലെയും വൈകിട്ടും ഓരോ ലിറ്റർ, ശരിക്കും ഒരു പച്ചക്കറി ചെടിക്ക് 2 ലിറ്റർ വെള്ളമെങ്കിൽ രാവിലെ 1 ലിറ്റർ ഒഴിക്കുക, വൈകുന്നേരം 1 ലിറ്റർ ഒഴിക്കുക. അപ്പൊ ഈ ഹോളിൽ കൂടി ഡ്രോപ്പായി വെള്ളം താഴേക്ക് വീഴും. ഇനി ഈ തുറന്നുള്ള ഭാഗത്ത് ഇനി നമ്മുടെ കൊതുക് മുട്ടയിടും അങ്ങനത്തെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായി തുറക്കണ്ട. ഈ ബോട്ടിലിന്റെ ബേസ് 3/4 ഭാഗം തുറന്ന് അത് അതുപോലെ അടച്ചു വെക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ മാത്രം അതൊന്ന് പൊക്കിയെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യും. ഇനി അല്ല, ഇതിലും സിമ്പിൾ ആയിട്ടൊരു രീതിയാണെങ്കിൽ ബോട്ടിൽ നമ്മൾ പൊടിക്കണ്ട. ബോട്ടിലിന്റെ ബേസിൽ താഴെ, ബോട്ടിൽ ശരിക്കും പറഞ്ഞാൽ ആ ഗ്രോ ബാഗിന്റെ ഉള്ളിൽ ഇറക്കി വെക്കുക. ചെടിയോട് നോക്കി നിൽക്കുന്ന ഭാഗത്ത് കുഞ്ഞൊരു ഹോൾ ഇട്ടിട്ട് ആ ഹോളിന്റെ അടുത്ത മണ്ണിൽ കുറച്ച് ഓടിന്റെ കഷ്ണങ്ങളോ ചകിരിയോ വെക്കുക, ആ ഹോള് അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ദിവസം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് രാവിലെ കുറെ വെള്ളം കൊണ്ടൊഴിക്കും, ആ വെള്ളം കെട്ടി നിൽക്കും, കുറെ വെള്ളം ആ ഹോൾസ് കൂടെ, ഗ്രോ ബാഗിന്റെ ഹോൾസ് കൂടെ പുറത്ത് പോകും. അപ്പൊ ഈ പുറത്ത് പോകുന്ന വെള്ളം ഇതിലുള്ള മൂലകങ്ങളുമായിട്ടാണ് പുറത്ത് പോകുന്നത്. പക്ഷെ ഇങ്ങനെ കൊടുക്കുമ്പോൾ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നത് കൊണ്ട് മണ്ണ് എപ്പോഴും പുട്ടുപരുവമായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു പ്രാധാന്യം ഞാൻ സിമ്പിൾ ഒരു എക്സാമ്പിളിൽ പറയാം. അപ്പൊ നമ്മുടെ ചെടിയുടെ വേരാണ് ചെടിയുടെ കുടുംബനാട്. അതായത് വേരാണ് മണ്ണിൽ നിന്നും വെള്ളം അതിനോടൊപ്പം തന്നെ വളങ്ങൾ എടുത്ത് ചെടിയുടെ ഇലകൾക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കുക. ഇല എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശമായ അടുപ്പ് ഉപയോഗിച്ച് അത് ഭക്ഷണം പാകം ചെയ്ത് അത് ചെടികൾക്ക് വളരുവാനും കായ്കൾ ഉണ്ടാവാനും സഹായിക്കുന്നു. വേരിന് നമ്മുടെ ഒരു ചെടി നടുന്ന ഒരാളുടെ അല്ലെങ്കിൽ ഒരു വിത്തിടുന്ന ഒരാളുടെ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ വേരുകൾക്ക് മണ്ണിൽ നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കുക. അപ്പൊ എന്താണ് ഈ നല്ല സാഹചര്യം? നല്ല സാഹചര്യം എന്ന് പറയുമ്പോൾ ആദ്യത്തെ നല്ല സാഹചര്യം മണ്ണെപ്പോഴും പുട്ടുപരുവമാക്കും. മണ്ണെപ്പോഴും പുട്ടുപരുവം എന്ന് പറഞ്ഞാൽ ചെറു നനവോടുകൂടി ഉള്ള മണ്ണാണെങ്കിൽ വേരുകൾക്ക് ശ്വസിച്ചുകൊണ്ട് വെള്ളവും വളവും സന്തോഷമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ വെള്ളം കെട്ടി നിൽക്കുകയാണ്, അതായത് നമ്മുടെ വലിയ ദ്വാരങ്ങളിലും ചെറിയ ദ്വാരങ്ങളിലും വെള്ളം നിൽക്കുകയാണെങ്കിൽ വേരുകൾ ശ്വാസം മുട്ടി ചീഞ്ഞു പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ വലിയ ദ്വാരത്തിൽ വായുസഞ്ചാരവും ചെറിയ മണ്ണിലുള്ള ചെറിയ ദ്വാരങ്ങളിൽ വെള്ളവും നിൽക്കുന്നതാണ് പുട്ടുപരുവം. ആ പരുവത്തിൽ നമ്മൾ വേരുകളെ സന്തോഷമാക്കി വെക്കുകയാണെങ്കിൽ വേരുകൾ നല്ല രീതിയിൽ വെള്ളവും വളവും വലിച്ചെടുത്ത് ആരോഗ്യമുള്ളൊരു ചെടി ഉണ്ടാവും. രണ്ടാമത്, നമ്മുടെ വായിൽ ഉമിനീരില്ലെങ്കിൽ നമുക്കൊരു ഭക്ഷണവും ചവച്ചിറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മണ്ണിൽ സൂക്ഷ്മാണുക്കൾ ഇല്ലെങ്കിൽ വേരുകൾക്ക് മണ്ണിലുള്ള മൂലകങ്ങൾ വലിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ സൂക്ഷ്മാണുക്കളാണ് വേരിലുള്ള മൂലകങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റിയ രൂപത്തിലേക്ക് മാറ്റി ചെടി എളുപ്പത്തിൽ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും. അപ്പൊ രണ്ടാമത്തെ ഒരു സാഹചര്യം മണ്ണിൽ ധാരാളമായിട്ട് സൂക്ഷ്മാണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ കൊടുക്കുന്ന ജൈവവളങ്ങൾ EM സൊല്യൂഷനോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന EM സൊല്യൂഷൻ ഉണ്ട്. പല പഴങ്ങൾ ഉപയോഗിച്ചുള്ള ചാറായാലും മതി, അതിലും ധാരാളം സൂക്ഷ്മാണുക്കൾ ഉണ്ട്. ഫെർമെന്റ് ചെയ്തത് നല്ലപോലെ പുളിച്ചത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും മതി. അപ്പൊ അങ്ങനത്തെ സൂക്ഷ്മാണുക്കളുടെ എണ്ണം ധാരാളമായിട്ട് മണ്ണിൽ നിലനിർത്തിയാൽ വേരുകൾക്ക് എളുപ്പത്തിൽ മൂലകങ്ങൾ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചെടിക്ക് ബാലൻസ്ഡ് ന്യൂട്രീഷൻ കിട്ടുമ്പോൾ ആരോഗ്യമുള്ള ചെടിയും രോഗകീടബാധ വളരെ കുറവുമാണ്. മൂന്നാമത് ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യമാണ് മണ്ണിനെ നല്ല മണ്ണാക്കി മാറ്റിയെടുക്കുക. മണ്ണിനെ നല്ല മണ്ണാക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിലെ അമ്ലത്വം, പുളിരസം ഇല്ലാത്ത നല്ല മണ്ണാക്കി മാറ്റിയെടുത്ത് കൃഷി ചെയ്യുക. അതിനാണ് നമ്മൾ 30 ഗ്രാം കുമ്മായം ഇടാൻ പറഞ്ഞത്. അപ്പൊ മണ്ണില് കുമ്മായം ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ കാണുന്ന ഗ്രോ ബാഗിൽ ആദ്യം 30 ഗ്രാം ഇട്ടാലും ഇടയ്ക്കൊരു മാസം കൂടുമ്പോൾ എന്ത് ചെടിക്കൊരു ക്ഷീണം കണ്ടാലും, ഒരു വാട്ടം കണ്ടാലോ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു 30 ഗ്രാം കുമ്മായം ചെടിയുടെ അടുത്തിടരുത്, കുറച്ച് വിട്ട ഗ്രോ ബാഗിന്റെ സൈഡ്സിൽ ഇട്ടിട്ട് ചെറു നനവോടുകൂടി ഇട്ടിട്ട് ചെറിയ കൈവരണ്ടി കൊണ്ടൊന്ന് കൊത്തി ഇളക്കി കൊടുക്കണം. അല്ലാതെ നമ്മൾ അങ്ങനെ മേലെ ഇടരുത്, ഒന്ന് കൊത്തി ഇളക്കി കൊടുക്കണം. ആ ചെടിക്ക് നല്ലൊരു ഉന്മേഷം, എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പൊ ഇവൻ മൊസൈക് ഡിസീസ് വരെ, നമ്മുടെ മുരടിപ്പ് വരെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന്. പല രീതിയിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട്. ഇത് മാത്രമല്ല, നമുക്കിപ്പോൾ ട്യൂബ്, നമ്മളൊരു ഹോസ്, ഒരു ടാപ്പ് ഉണ്ടെങ്കിൽ അതിലൊരു ട്യൂബ് ഇട്ടിട്ട് നമ്മുടെ ഓരോ ഗ്രോ ബാഗിന്റെ വഴിയും കുഞ്ഞൊരു ഹോൾസ് ഇട്ടിട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഡ്രിപ്പേഴ്സ്, ഉള്ളിലേക്ക് ഒറ്റി വീഴുന്ന ഡ്രിപ്പേഴ്സ് വെക്കുന്നവരുണ്ട്. പിന്നെ ഈ ബോട്ടിലിൽ തന്നെ ആ ക്യാപ്പിന്റെ അവിടെ
ഒരു ഡ്രിപ്പർ വെക്കാവുന്ന രീതിയുണ്ട്. അത് ചിത്രം ഉണ്ടാവും, നോക്കാം. ഈ ക്യാപ്പിന്റെ അവിടെ ഡ്രിപ്പേഴ്സ് വെക്കുന്ന ഒരു രീതിയും നമുക്കുണ്ട്. ഏതെങ്കിലും ഒരു രീതി നമ്മൾ ആവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ രണ്ട് ഗുണമാണ്. ഒന്ന്, മണ്ണ് എപ്പോഴും പുട്ടുപരുവത്തിലായിരിക്കും. വേരുകൾ വളരെ നന്നായിട്ട് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അല്ല വെള്ളവും വളങ്ങളും ഒക്കെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. വേറെ ഒരു കാര്യം, നമ്മൾ ന്യൂട്രിയൻസ് കൃത്യമായിട്ട് ചെടിക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഈ ഗ്രോ ബാഗിലെ മണ്ണ് കല്ല് പോലെ ആവാതെ എപ്പോഴും പൊടിഞ്ഞിരിക്കാനും അതുമൂലം വേരുകൾക്ക് നല്ല രീതിയിൽ പടർന്നു പോവാനും ആരോഗ്യമായിട്ട് വളരാനും സാധിക്കും. ഈ രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ തുള്ളിനന സംവിധാനം നമ്മൾ ചെയ്യണം. അപ്പൊ അതിന് വേറൊരു നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ വിക്ക് ഇറിഗേഷൻ. വിക്ക് എന്ന് പറഞ്ഞാൽ തിരിനന. തിരിനന നിങ്ങൾക്കറിയാം. ഈ രണ്ട് മൂന്ന് രീതിയിൽ, സിമ്പിൾ രീതിയിൽ ചെയ്യാം. ഇല്ലെങ്കിൽ കുറച്ച് കമേഴ്ഷ്യലായി കുറച്ച് അധികം വെക്കുകയാണെങ്കിൽ വലിയ ട്യൂബ്സ് വെച്ചിട്ട് 2 ചെങ്കല്ല് വെച്ച് അതിന്റെ മുകളിൽ വെച്ച് ഈ ഫില്ല് ചെയ്യുന്ന മുമ്പ് തന്നെ ഈ തിരിയുടെ ഒരു ഭാഗം മുകളിലേക്ക് കാണാത്ത രീതിയിൽ, മണ്ണിന്റെ മുകളിലേക്ക് കാണാത്ത രീതിയിൽ തിരി അതിന്റെ ഉള്ളിലേക്ക് കയറ്റി ബാക്കി തിരി ആ ട്യൂബിലുള്ള വെള്ളത്തിൽ ഇറക്കി വെച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2 ദിവസം വരെയൊക്കെ നനച്ചില്ലെങ്കിലും, ആ താഴെ ട്യൂബിൽ വെള്ളം ഉണ്ടെങ്കിൽ 2 ദിവസം വരെ നനച്ചില്ലെങ്കിലും വളരെ ആരോഗ്യത്തോടു കൂടി ചെടി വളർന്നു വരുന്നത് നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിൽ നമുക്ക് കണ്ടിട്ടുള്ള ഒരു കാര്യം, പലയിടത്തും കേട്ടിട്ടും പഠിച്ചിട്ടുള്ള ഒരു കാര്യം, മണ്ണിന് പകരമായിട്ട് നമ്മുടെ ന്യൂസ് പേപ്പറും ജൈവവളങ്ങളും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇതിൽ നിറച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ ചെടികളെ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനത്തെ ഒരു രീതി ശരിക്കും സ്കൂളുകൾ, ഓഫീസസിലൊക്കെ വളരെ നല്ലതാണ്. കാരണം ഒരു ദിവസം 2 ദിവസം ഹോളിഡേ വന്നാലും ആരും പോയി നനച്ചില്ലെങ്കിലും ഇത് പിടിച്ചു നിൽക്കാൻ, ഈ ചെടിക്ക് ഈ വെള്ളം കൊണ്ട് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അപ്പൊ മണ്ണ് എപ്പോഴും പുട്ടുപരുവായിരിക്കും, ആരോഗ്യത്തോടു കൂടി വളരാൻ പറ്റും. ഈ വിക്സ് അവൈലബിൾ ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കൊതുക് വല പോലത്തെ ഒരു മെറ്റീരിയലില് ഗ്ലാസ് വൂൾ നിറച്ച വിക്സ് ആണ് ഏറ്റവും നല്ലതായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഈ വിക്കിൽ തന്നെ നമുക്ക് ഒരു ബോട്ടിൽ, അതായത് നമുക്ക് വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ നമ്മുടെ പെപ്സി വലിയ ബോട്ടിൽ നമ്മൾ വാങ്ങിക്കുന്ന ബോട്ടിൽസിൽ 2 ഹോൾ ഇട്ടിട്ട് ഒന്നിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനും വേറെ ഒന്നിൽ ഈ വിക്കിന്റെ ബാക്കി ഭാഗം തിരികെ വെക്കാനുമുള്ള ഒരു സിമ്പിൾ രീതി, ലോ കോസ്റ്റ് രീതിയിലും നമുക്ക് വിക്ക് ഇറിഗേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും നമ്മൾ ഗ്രോ ബാഗ്. പിന്നെ ഗ്രോ ബാഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം ഇത്രയും ജൈവവളങ്ങൾ ഞാൻ പറഞ്ഞ ഈ 1.5 കിലോ ചകിരിച്ചോർ കമ്പോസ്റ്റ്, 250 ഗ്രാം ഏതെങ്കിലും ഒരു ജൈവവളം, ഒരു 100 ഗ്രാം എല്ലുപൊടി, 100 ഗ്രാം വേപ്പും പിണ്ണാക്ക്. ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരു മൈക്രോ ന്യൂട്രിയന്റിന്റെ കുറച്ചൊരു 15 ഗ്രാമും ഒരു 50 ഗ്രാം കടലപ്പിണ്ണാക്കും കൂടെ റെക്കമെൻഡേഷൻ ഉള്ളതാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ കടലപ്പിണ്ണാക്ക് ഇടുന്നില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഒരു അനുഭവം കൊണ്ട് നമ്മൾ പിന്നെ ചെയ്യുന്നത്, ഒരു ചെടി ഒരു 2 ഇല 4 ഇല ആയതിനു ശേഷം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, ഇല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ, ആഴ്ചയിൽ ബുദ്ധിമുട്ടാണെങ്കിൽ 10 ദിവസം കൂടുമ്പോഴെങ്കിലും സിമ്പിൾ ആയിട്ട് ഒരു ചാണകവും പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തുണ്ടാക്കിയ ലായനി നല്ല പോലെ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു വളത്തിൻ്റെയും ആവശ്യമില്ല. നല്ല രീതിയിൽ ഇത് വളർന്നു വരും. അപ്പൊ എങ്ങനെയാ അത് ചെയ്യാന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ഒരു 4-5 കിലോ പച്ച ചാണകം ഒരു 10-20 ലിറ്റർ കൊള്ളുന്ന ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര? ഒരു 4-5 കിലോ പച്ച ചാണകം. ഇതിലേക്ക് 1 കിലോ പിണ്ണാക്ക്, ഏതെങ്കിലും പിണ്ണാക്ക്. അപ്പൊ നമ്മൾ കടലപ്പിണ്ണാക്ക് ഏറ്റവും നല്ലത്. പച്ചക്കറിക്ക് ഇട്ട ഉടനെ അതിന്റെ ഗുണം കാണാം. എന്തുകൊണ്ടാ? ഈ കടലപ്പിണ്ണാക്കില് ധാരാളം കുറച്ച് അധികം നൈട്രജന്റെ അംശമുണ്ട്. പക്ഷെ നമ്മുടെ ഒരു അനുഭവത്തിൽ കടലപ്പിണ്ണാക്ക് വേണമെന്നില്ല, തേങ്ങാപ്പിണ്ണാക്കായാലും മതി. കാരണം തേങ്ങാപ്പിണ്ണാക്കിൽ താരതമ്യേന നൈട്രജൻ കുറവാണെങ്കിലും ഫോസ്ഫറസിന്റെയും പൊട്ടാഷ്യത്തിന്റെയും കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് അത് രണ്ടുമാണ്. കാരണം നൈട്രജന് നമുക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഗോമൂത്രം കുറച്ച് ഒഴിച്ചാൽ മതി, സീമക്കൊന്നയുടെ ഇല കുറച്ച് വെട്ടിയിട്ടാൽ മതി. അങ്ങനെ പല ഗുണങ്ങളുള്ള നൈട്രജൻ്റെ കിട്ടുന്ന, സിമ്പിളായി കിട്ടുന്ന നമുക്ക് സാധനങ്ങളുണ്ട്. അപ്പോൾ ഒരു 5 കിലോ പച്ചച്ചാണകം, 1 കിലോ തേങ്ങാപ്പിണ്ണാക്കോ കടലപ്പിണ്ണാക്കോ ഏതാ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ, അതിട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഒരു 10-20 ലിറ്റർ ബക്കറ്റിൽ കൊള്ളുന്ന അനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക. 1 സ്പൂൺ ഈസ്റ്റ്. ഈസ്റ്റ് എന്തിനാന്ന് വെച്ചാൽ പുഴു വരാതെ പെട്ടെന്ന് ഇത് കുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് ഒരു 2 കഷ്ണം ശർക്കര, വെല്ലം, ഒരു 2 അച്ച് വെല്ലം. കൃത്യം ഇത്ര വേണമെന്നൊന്നുമില്ല, ഏകദേശം ഒരു 2 കഷ്ണം ഇടുക. 2 പാളയംകോടൻ പഴം, മൈസൂർ പൂവൻ പാളയംകോടൻ എന്ന് പറഞ്ഞ പഴം, നല്ല പുളിപ്പുള്ള പഴം, 2 ഒന്ന് ഞെരടി അതിൽ
ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചേർത്താം. പല ഇലകൾ ചേർത്താം. ഇലകൾ എന്ന് പറഞ്ഞാൽ പല ന്യൂട്രിയൻസ് തരുന്ന ഇലകളുണ്ട്. ഇപ്പം നമ്മുടെ പൂച്ചെടിപ്പൂ എന്ന് പറയും, ലൻറ്റാന. അത് ഓരോ സ്ഥലത്ത് കൊങ്കിണിപ്പൂ, പൂച്ചെടിപ്പൂ, കമ്മൽപ്പൂ, ഇങ്ങനെ പല പേരിൽ പറയുന്ന ആ ചെടിയിൽ ബോറോണിന്റെ അംശം കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ കെലോട്രോപ്പിസ്, നമ്മുടെ എരിക്കിന്റെ ഇലയിലും ബോറോൺ കണ്ടന്റ് കൂടുതലാണ്. അതുപോലെ തന്നെ പല ഇങ്ങനെ കണ്ടൻസ് കിട്ടുന്ന ന്യൂട്രിയൻസ് കിട്ടുന്ന മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കുറച്ച് കൂടുതലുള്ള കുറച്ച് ഇലകൾ ഇടാം. അതിൽ ഞാൻ കുറച്ച് ഇലകൾ പറയാം. വേപ്പിന്റെ ഇല നമുക്ക് ഇതിൽ വേണ്ട, കാരണം സൂക്ഷ്മാണുക്കളുടെ വർധനത്തിന് ചിലപ്പോൾ തടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് സീമക്കൊന്നയുടെ ഇലയോ ഈ ലൻറ്റാനയുടെ ഇലയോ അല്ലെങ്കിൽ ബോഗൻവില്ലയുടെ ഇല, അങ്ങനെ എന്തെങ്കിലും കുറച്ച് ഇലകൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് ഒരു 5 ദിവസം പുളിക്കാനായിട്ട് അനുവദിക്കുക. ഈ പുളിക്കുന്ന സമയത്ത് എപ്പോഴും ഇത് നല്ലപോലെ ഒരു നല്ലൊരു കമ്പ് കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഇല്ലെങ്കിൽ പുഴു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു 2 നേരം ഇളക്കി, 2 3 നേരം ഇളക്കി ഒരു 5 ദിവസം കഴിഞ്ഞാൽ ഒരു നിങ്ങൾ ഒരു എക്സാമ്പിളിന് ഒരു 5 കിലോ ചാണകം, 1 കിലോ വേപ്പിൻ, 1 കിലോ പിണ്ണാക്കിന് നിങ്ങളൊരു 10 ലിറ്റർ വെള്ളമാണെങ്കിൽ ഇത് വീണ്ടും 5 6 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത്, തെളിയെടുത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക്. ചെറിയ ചെടിയാണെങ്കിൽ 1/2 ലിറ്റർ, വലിയ ചെടി കായ്ക്കുന്ന ചെടിയാണെങ്കിൽ 1-1.5 ലിറ്റർ വരെ ഒരു ഗ്രോ ബാഗിന് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു വളവും ഇതിന് ആവശ്യമില്ല. നല്ല രീതിയിൽ ഇത് വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഗ്രോ ബാഗിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാം. 1, ഗ്രോ ബാഗ് തറയിൽ വെക്കരുത്. 2, ഫില്ല് ചെയ്യുന്ന മുമ്പ് ഗ്രോ ബാഗിന്റെ ഹോൾസിൽ എന്തെങ്കിലും ചകിരി വെച്ച് അത് ശേഷം മാത്രമേ മണ്ണും മണലും 8 കിലോ ചെറു നനവോടുകൂടി 30 ഗ്രാം കുമ്മായം ഇട്ട് ഫില്ല് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് അതിലേക്ക് ചകിരിച്ചോർ കമ്പോസ്റ്റ് 1.5 കിലോ, 250 ഗ്രാം ചാണകപ്പൊടിയോ എന്തെങ്കിലും കമ്പോസ്റ്റ് ആക്കിയ ഏതെങ്കിലും ജൈവവളം, ഒരു 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 100 ഗ്രാം എല്ലുപൊടി ഇതിട്ടതിന് ശേഷം ചെടി വളരെ ശ്രദ്ധിച്ച് വെക്കുക. പറ്റിയ നല്ല വെയിലത്താണെങ്കിൽ ഒരാഴ്ചക്ക് ഒരു ഷെയ്ഡ് കൊടുക്കുക. കാരണം നമ്മുടെ പ്രൊപ്പഗേഷൻ ട്രെയിൻ എടുത്ത് വെക്കുമ്പോൾ അത് പെട്ടെന്ന് വാടാൻ സാധ്യതയുണ്ട്. ഒരു ഷെയ്ഡ് കൊടുക്കുക. ഒരാഴ്ച കഴിഞ്ഞ് പുതിയ ഇലകൾ വന്നാൽ പുതിയ വേര് ആ മണ്ണിൽ പിടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഷെയ്ഡിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ഭംഗിയായിട്ട് വരും. അപ്പം അതുപോലെ തന്നെ ഈ ചാണകവും പിണ്ണാക്കും പുളിപ്പിച്ചൊഴിക്കുക. ഏതെങ്കിലും രീതിയിലുള്ള ഒരു തുള്ളിനന സംവിധാനം നിർബന്ധമായും ചെയ്യുക. പിന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപാട് ക്ലാസ്സസ് കേട്ടിട്ടുണ്ടാകും, പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ആ ഗ്രോ ബാഗ് വയ്ക്കുന്ന ചുറ്റും കുറച്ച് ഗ്രോ ബാഗിൽ ചെടി നടുന്നതിൻ്റെ 1-1.5 മാസം മുമ്പ് ചെണ്ടുമല്ലിയോ ചോളോ ഒക്കെ നടുവാണെങ്കിൽ രോഗകീടബാധ നിങ്ങൾക്ക് വളരെയധികം കുറഞ്ഞു കിട്ടുന്നതായിട്ട് സാധിക്കും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഇൻ വെജിറ്റബിൾസ്. ഇപ്പം നമുക്ക് ഫീൽഡിൽ ഞങ്ങൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇലയിൽ ഒരു പ്രശ്നം, ഒരു കായലൊരു പ്രശ്നം കണ്ടാൽ നമുക്കിപ്പോൾ കൃത്യമായിട്ട് അത് രോഗമാണോ കീടമാണോ മൂലകങ്ങളുടെ കുറവാണോ തിരിച്ചറിയാൻ കുറച്ച് പാടാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെക്കുക. ഒരു ഇലയോ അത് നോക്കി കണ്ടുപിടിക്കുന്നതിന് കുറച്ച് ഒരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, 1, ഏറ്റവും താഴെയുള്ള ഇലകൾ, മൂത്ത ഇലകൾ, അതായത് വയസ്സായ ഇലകളിൽ കാണപ്പെടുന്ന ന്യൂട്രിയൻ ഡെഫിഷ്യൻസി, അതായത് നമ്മൾ വയസ്സായ മൂത്ത ഇലകൾ മഞ്ഞളിച്ച് വരികയാണെങ്കിൽ അത് നൈട്രജന്റെ ആവാം, നൈട്രജന്റെ കുറവാണ്. ബട്ട് ഒരു പുള്ളിക്കൊത്തൊന്നും ഇല്ലാതെ, ഫംഗൽ അറ്റാക്ക് ഒന്നും ഇല്ലാതെ ഒരു മഞ്ഞളിപ്പ്. പിന്നെ രണ്ടാമത് നമുക്ക് വരുന്നത് അരിക് കരിഞ്ഞു വരിക, ഒരു ബോർഡർ ഇട്ട പോലെ ഒരേപോലെ കരിഞ്ഞു വരിക മൂത്ത ഇലകൾ. ഇപ്പോൾ വാഴയിലൊക്കെ നമുക്ക് കാണാം വളഞ്ഞു വരും. ഇത് പൊട്ടാസ്യത്തിന്റെ കുറവ്. പിന്നെ തുരുമ്പെടുത്ത പോലെ ഉള്ള ഒരു കളർ വ്യത്യാസം ഇലകളിൽ കാണും, അത് ഫോസ്ഫറസിന്റെ കുറവാണ്. ഫോസ്ഫറസിന്റെ കുറവ് നമുക്ക് ശരിക്കും ഇവിടെ ഉണ്ടാവാറില്ല. പക്ഷെ നമ്മൾ അമ്ലത മാറ്റി കൃഷി ചെയ്തില്ലെങ്കിൽ ഇരുമ്പിന്റെ ആധിക്യം ഫോസ്ഫറസിനെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് മാറ്റപ്പെടുകയും ഫോസ്ഫറസ് ചെടിക്ക് കിട്ടാത്ത ഒരു അവസ്ഥയും വരും. അത് 3 ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും പുതിയ വരുന്ന ഇലകളിൽ കാണുന്ന സിംറ്റമാണ് കാൽഷ്യം ബോറോൺ. അതാണ് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ കാണപ്പെടുന്നത്. കാൽഷ്യം ബോറോണിന്റെ ഒരു പ്രശ്നമാണ്. കാൽഷ്യം ബോറോൺ കാണുന്നത്, കാൽഷ്യത്തിന്റെ പ്രത്യേകം ആദ്യം എടുത്ത് പറയാം. പുതിയ വരുന്ന ഇലകൾ മുരടിച്ചു വരും, നല്ലപോലെ വിടർന്നു വരില്ല. ഇലകൾക്ക് കുറച്ച് കട്ടി കൂടും. ഇലകൾ പൊടിഞ്ഞു പോകുന്ന പോലെ തോന്നും. പിടിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തോടു കൂടി പൊട്ടിപ്പോകുന്നത് പോലെ തോന്നും. ഇത് കാൽഷ്യത്തിന്റെ കുറവാണ്. കാൽഷ്യത്തിന്റെ കുറവ് കായ്കളിൽ കാണുന്നത്
പൂവോട് ചേർന്ന ഭാഗം, ബ്ലോസം എൻഡ് എന്ന് പറഞ്ഞ പൂവോട് ചേർന്ന്, പ്രത്യേകിച്ച് തക്കാളിയിലൊക്കെ നമ്മൾ കാണാം. കായയുടെ തക്കാളി, കുമ്പളം ഇതിലൊക്കെ അധികം കാണുന്നുണ്ട്, വെള്ളരി. പൂവോട് ചേർന്ന് ആ അറ്റം വാടി കല്ല് പോലെ ആവാം, കരിഞ്ഞ് കറുത്ത നിറവായി കല്ല് പോലെ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ബ്ലോസം എൻഡ് റോട്ടാണ്. ഇതും കാൽഷ്യത്തിന്റെ കുറവാണ്. അപ്പൊ ഇത് കൂടുതലായിട്ട് നമുക്ക് ഇപ്പൊ കണ്ടുവരുന്നു. ഇപ്പൊ വാഴയ്ക്കാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, പുതിയ വരുന്ന കൂമ്പലേക്ക് വിടരാനൊരു പ്രയാസം, വിടർന്നു വന്നാലും അതിൽ നിറച്ച് ചുളുക്കങ്ങൾ. അപ്പൊ ഇത് ബോറോൺ, കാൽഷ്യം ബോറോൺ ഡെഫിഷ്യൻസിയാണ്. അടുത്തത് പൊട്ടാസ്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് കാണുന്ന ഫ്രൂട്ടിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഫ്രൂട്ടിൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയെന്ന് വെച്ചാല്, ഞെട്ടിയുള്ള ഭാഗം ചെറുതായും മറ്റു ഭാഗം, പൂള്ള ഭാഗം വീർത്തും വരുന്ന, കുമ്പളത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു അബ്നോർമൽ ഫ്രൂട്ട്, ഞെട്ടി ചെറുതും ബാക്കി ഭാഗം വീർത്തും വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് പൊട്ടാസ്യത്തിന്റെ കുറവാണ്. ഇതേ ബോറോണിന്റെ ആയിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരരുത്. ബോറോൺ എങ്ങനെയാന്ന് വെച്ചാൽ വികൃതമായ കായ്കൾ. അപ്പൊ ബോറോൺ നമുക്ക് എന്തിനാ വേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് നല്ലപോലെ വിത്ത് ഉണ്ടാവാൻ ബോറോൺ വേണം. അപ്പൊ ബോറോണിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ വിത്ത് ഫോർമേഷൻ കുറയും. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മുടെ കുമ്പളത്തിലൊക്കെ രണ്ട് ഭാഗവും വലുപ്പം ഉണ്ടാവും, നടുക്ക് കുടുങ്ങിയിരിക്കും. അതുപോലെ പയറ് 4 പറ കഴിഞ്ഞാൽ അറ്റം ചുങ്ങിപ്പോവും. അപ്പൊ എന്തുകൊണ്ടാ ഈ അറ്റം ചുങ്ങിയേ? അവിടെ കുരുവില്ല. എന്തുകൊണ്ടാ വിത്ത് ഉണ്ടാവാത്ത? ബോറോണിന്റെ കുറവ്. അപ്പൊ ബോറോണിന്റെ കുറവ് കൊണ്ട് അവിടെ വിത്ത് നേരെ ഫോം ആയില്ല, ആ അറ്റം വിത്തില്ലാത്തത് കൊണ്ട് ചുങ്ങിപ്പോവും. അപ്പൊ അബ്നോർമൽ ഫ്രൂട്ട്സ്. രണ്ടാമത് ബോറോണിന്റെ കുറവ് നമ്മൾ തക്കാളിയിലൊക്കെ കൂടുതൽ കാണുന്നത് വിണ്ട് കീറുക. മൂക്കുമ്പോഴത്തേക്കും ആ കായ വിണ്ട് കീറും. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒരു എലാസ്റ്റിക് ഇഫക്റ്റ് വേണം. നമ്മുടെ ഒരു കായ വലുതാവും തോറും അതിന്റെ തൊലിക്ക് വിടരാനുള്ള ഒരു വലിഞ്ഞു വരാനുള്ള ഒരു എലാസ്റ്റിസിറ്റി വേണം. ഇത് കൊടുക്കുന്നത് ബോറോണാണ്. അപ്പൊ ബോറോണിന്റെ കുറവ് വരുമ്പോൾ എലാസ്റ്റിസിറ്റി ഇല്ല, അപ്പോൾ ഈ തൊലി വിണ്ട് കീറുന്നതായിട്ട് നമുക്ക് കാണും. കായ് മൂത്ത് വരുമ്പോൾ വെള്ളരിയിലൊക്കെ ധാരാളം കാണുന്നതാണ് വിണ്ട് കീറുക, കായ്കൾ വിണ്ട്. ഈവൻ ഞാലിപ്പൂവൻ പോലുള്ള കായ്കളിലും വാഴയിലും നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കും ഈ വിണ്ട് കീറുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ബോറോണിന്റെ ഒരു കുറവ്, മുഴകൾ നമ്മുടെ ഫ്രൂട്ടിന്റെ മേലെ, അത് പപ്പായയിലൊക്കെ കൂടുതൽ കാണാം. പപ്പായ, ബോട്ടിൽ ഗോർഡ് ഇതിലാണ് കൂടുതൽ, നമ്മൾ ചൊരങ്ങയിലാണ് കൂടുതൽ കാണുക. നമ്മുടെ ആ മോള് തൊലി ഭാഗം ഒരു മന്ത് വന്ന പോലെ അവിടെയായിട്ട് വീർത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതെല്ലാം ബോറോണിന്റെ കുറവ്. അപ്പൊ നമ്മൾ ഈ ഫ്രൂട്ടും ഈ ഇലകളും ഒക്കെ കണ്ട് നമുക്ക് ഏകദേശം നമ്മളൊരു കൺക്ലൂഷനിൽ എത്തണം, ഏതാണ് ഡെഫിഷ്യൻസി. അപ്പൊ എന്ത് ഡെഫിഷ്യൻസി ആണെങ്കിലും ഫസ്റ്റ് കുറച്ച് കുമ്മായം, ചുണ്ണാമ്പ് താഴെ ഇട്ട് കൊടുത്താൽ തന്നെ കുറേ മാറ്റം നമുക്ക് ഉണ്ടാവും. കാരണം മണ്ണിലെ pH കൃത്യമായിട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് അധികം വരില്ല. കാരണം ഒരു ന്യൂട്രൽ pH എല്ലാ മൂലകങ്ങളും ഒരേപോലെ ചെടിക്ക് അവൈലബിൾ ആകും. അപ്പൊ അതുകൊണ്ട് തന്നെ pH കറക്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ കുമ്മായം ഇടുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ, കാരണം നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ പാവലിലൊക്കെ ഒരിടിപ്പ് മൊസൈക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര സംശയമാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ അനുഭവം പറഞ്ഞിട്ടുള്ളത്, ഒരു കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ നമുക്ക് ആ ചെടിയിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പയറിൽ ധാരാളം ജൈവവളങ്ങൾ ഇട്ടാൽ, ഇപ്പൊ ആ ചിത്രങ്ങൾ എനിക്ക് ഇന്ന് കാണിക്കാൻ പറ്റുന്നില്ല, അപ്പൊ ധാരാളം ജൈവവളങ്ങൾ, ഈവൻ കോഴിക്കാഷ്ടം പോലുള്ള നൈട്രജൻ വളങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ഡെഫിഷ്യൻസി കോപ്പറിന്റെ ഒക്കെ വരും. അതെങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ, ഇലയില് മാർബിളിങ് സിംറ്റം എന്ന് പറയും. ഒരു മാർബിൾ പോലെ ഇലയിൽ ഇങ്ങനെ ഒരു മാർബിൾ ഇട്ട പോലെ, മാർബിളിന്റെ ഒരു തറ പോലത്തെ ഒരു കളർ വ്യത്യാസം നമ്മുടെ ആ ഇലകളിൽ കാണാനായിട്ട് സാധിക്കും. മൊസൈക്കിന്നും വ്യത്യാസം, മൊസൈക്ക് മോട്ടിൽഡ് സ്പോട്ട്സ് ആണെങ്കിൽ ഇതിങ്ങനെ ഒരു മാർബിളിന്റെ പോലത്തെ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വരുന്ന പയറാണെങ്കിൽ പറിച്ച് വെക്കും തോറും അതൊരു വിളർത്ത് ക്വാളിറ്റി ഇല്ലാതായി വരും. ഇത് ഇൻഡ്യൂസ്ഡ്, നമ്മൾ കൂടുതൽ നൈട്രജൻ വളങ്ങൾ ഈവൻ ജൈവവളങ്ങളാണെങ്കിൽ പോലും കൊടുത്തത് കൊണ്ടുവരുന്ന ഇൻഡ്യൂസ്ഡ് ഡെഫിഷ്യൻസി സിംറ്റമാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ കുറച്ച് ചുണ്ണാമ്പ് താഴെ ഇരുന്നത് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ പ്രധാനമായിട്ട് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആവാൻ നമ്മൾ ആദ്യമേ നല്ലപോലെ മണ്ണ് pH കറക്റ്റ് ആക്കി എടുക്കുക. രണ്ടാമത് ഇങ്ങനെ വല്ല പ്രശ്നം കണ്ടാൽ കുറച്ച് കുമ്മായം ഇട്ട് കൊടുത്താലും മതി. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് ഞങ്ങൾക്ക് വന്ന ഈ ഫോസ്ഫറസ് ഡെഫിഷ്യൻസി പറയുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഡെഫിഷ്യൻസി ആയിരുന്നു വള്ളിപ്പയർ. ഏറ്റവും മൂത്ത ഇല, ഒരു താഴെയുള്ള ഇലകളും കൊണ്ട് ഒരു ഫാർമർ വരികയാണ്. അത് ഇല പേപ്പർ പോലെയായി പയറിന്റെ ഇലയുടെ അടിഭാഗത്ത് ഒരു റെഡ് കളറേഷൻ, ഒരു ചെറിയൊരു റെഡ് ടിഞ്ച് കണ്ടു. അപ്പോൾ പയറിന്റെ ഇലയിൽ ഒരു ചെറിയ റെഡ് ടിഞ്ച് കണ്ടാൽ നമ്മൾ ആദ്യം സംശയിക്കുന്നത്
അത് മണ്ടരിയാണോ, ചുവന്ന മണ്ടരി, റെഡ് മൈറ്റ് ആണോ എന്ന്. അപ്പൊ നോക്കിയപ്പോൾ മൈറ്റ് ആണെങ്കിൽ ഇലയ്ക്ക് ഒരു കട്ടി കൂടും, ചെറുതായിട്ട് കട്ടി കൂടും, അതിന്റെ അരിക് ബോർഡേഴ്സ് ഒന്നും ഇങ്ങനെ കുറുകിയിരിക്കും. പക്ഷെ ഇത് പേപ്പർ പോലെ ഉള്ള ഇലയാണ്, അപ്പൊ അതല്ല. പിന്നെ നമുക്ക് റസ്റ്റ് ആണ്. റസ്റ്റ് നമുക്ക് പ്രത്യേകിച്ച് എടുത്തറിയാനായിട്ട് സാധിക്കും. ഫംഗൽ അറ്റാക്ക് ആണ്, സ്പോർസ് ഉണ്ടാവും. പക്ഷെ അത് രണ്ടും അല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് പ്രൊഫസേഴ്സിന്റെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഇത് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ഫോസ്ഫറസ് ഡെഫിഷ്യൻസി, ഇല്ലെങ്കിൽ അയൺ ടോക്സിസിറ്റി, ഇരുമ്പിന്റെ ആധിക്യം. അത് ഫോസ്ഫറസ് ഡെഫിഷ്യൻസി ആയിട്ട് ആ ചെടിയിൽ കണ്ടതാണ്. അതുപോലെ തന്നെ അടുത്തൊരു ഡെഫിഷ്യൻസി നമുക്ക് കണ്ടുവരുന്നതാണ് സിങ്കിന്റെ പ്രോബ്ലം. ഇതുവരെ ഇല്ലായിരുന്നു, ഈ ഇടയ്ക്ക്. പക്ഷെ ഞാൻ കുറച്ച് മുമ്പ് തന്നെ നെന്മാറ വിത്തനശ്ശേരിയിൽ ചില്ലിയിൽ മുളകിൽ എന്താണെന്നറിയാത്ത ഒരു ഡെഫിഷ്യൻസി, അതായത് തുമ്പിക്കുക എന്ന് പറയും, കുഞ്ഞു കുഞ്ഞു ഇലകളായിട്ട് വരിക, തണ്ടില് ആ തൂമ്പിന്റെ താഴെയുള്ള തണ്ടില് ചെറിയൊരു കളർ ഡിഫറൻസ്. അപ്പൊ അത് നമ്മൾ സിങ്ക് ചെയ്തപ്പോൾ നല്ലൊരു മാറ്റം കണ്ടു. അപ്പൊ അത് നമ്മൾ ചെയ്തത് 5 ഗ്രാം നീറ്റിയ ചുണ്ണാമ്പും ഒരു 2.5 ഗ്രാം സിങ്ക് ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസിഡിറ്റി പ്രോബ്ലം വരും. അതുകൊണ്ടാണ് നമ്മൾ നീറ്റിയ ചുണ്ണാമ്പും സിങ്കും കൂടെ സ്പ്രേ ചെയ്തപ്പോൾ ആ മാറ്റം, നല്ലൊരു ചേഞ്ച് അതിൽ വന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പ്രോബ്ലം ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താണ് എന്നുള്ളത് നമ്മൾ അതിലേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സൂക്ഷ്മ മൂലകത്തിന്റെ കുറവാണോ എന്താണെന്നുള്ളത് പ്രത്യേകം നമ്മൾ